സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഈ ടീച്ചറിൻ്റെ പ്രതിഷേധം. അതാണ് ഇപ്പോൾ നമ്മൾ കേട്ട ഈ ഒരു ന്യൂസ്. ഏറ്റവും അടുത്ത ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻ്റെ ഒരു നല്ല കുളിസീൻ ഉണ്ടായിരിക്കും. മാതൃക അധ്യാപിക ആകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവർ കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരത്തിന് ഇത്രയും ദിവസമായിട്ടും ഇതിന് നിയമ നടപടികൾ വരുന്നില്ല. കേരളം. നമസ്കാരം. ഞാൻ ഈ ഒരു വീഡിയോ നേരത്തെ ചെയ്യണമെന്ന് കരുതിയെങ്കിലും ഞാൻ ഒഴിവാക്കിയതാണ്. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതെന്തായാലും ചെയ്യണം എന്ന് തോന്നി. മറ്റൊന്നുമല്ല, ശ്രീലു ടീച്ചർ കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ് ശ്രീലു ടീച്ചർ. നമുക്ക് ശ്രീലു ടീച്ചറിൻ്റെ വിഷയം ആദ്യം ഒന്ന് കാണാം. ഏറ്റവും അടുത്ത ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻ്റെ ഒരു നല്ല കുളിസീൻ ഉണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന, കേരളത്തിലെ സ്ത്രീകൾ ഇങ്ങനെയൊന്നും ഒരു സമരമുഖം കണ്ടെത്തിയിട്ടില്ല. ഇതൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അധ്യാപികയായിട്ട് പോലും എന്താണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നത് എന്നതിൻ്റെ ചേതോവികാരം കുറേയുണ്ട്. നമുക്കതിനു മുമ്പേ ഈ ടീച്ചറിനെ കുറിച്ച് അറിയാത്തവർക്ക് ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറയാം. കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയായിരുന്നു. ആ സമയത്ത് ആ കോളേജിലെ ഒരു അധ്യാപകനുമായി ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായി, വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. എന്തോ വിഷയമുണ്ട്, അത് വ്യക്തമല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അധ്യാപകൻ എന്ത് ചെയ്തു, അവിടെ കോളേജും അതിൽ എഴുതി വെച്ചു, ഇന്ന് രാത്രി 8 മണിക്ക് ഈ ശ്രീലു ടീച്ചറിൻ്റെ നഗ്ന വീഡിയോ യൂട്യൂബിൽ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്, ടീച്ചറും ഈ അധ്യാപകനും തമ്മിൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മതിലിൽ എഴുതി വെച്ചു എന്ന കാരണത്താൽ ആ അധ്യാപകനെ അവിടെ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ അതൊരു ന്യായമായ കോളേജിൻ്റെ നടപടി. അപ്പോൾ അതിന് പിന്നാലെ ഈ ടീച്ചറെയും അവിടുന്ന് കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതാണ് ടീച്ചറുടെ പ്രശ്നം. എന്നെ എന്തിന് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ എനിക്കെതിരെ എന്തിന് നടപടി എടുക്കുന്നു, അതിനെതിരെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഈ ടീച്ചറിൻ്റെ പ്രതിഷേധം. അതാണ് ഇപ്പോൾ നമ്മൾ കേട്ട ഈ ഒരു ന്യൂസ്. ഏറ്റവും അടുത്ത ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻ്റെ ഒരു നല്ല കുളിസീൻ ഉണ്ടായിരിക്കും. ഇതാണ് ഇങ്ങനെയുള്ള ഈ ടീച്ചറിനെ എതിരെ നടപടി എടുക്കുവാൻ കാരണം ഈ ടീച്ചറിൻ്റെ ശ്രീലു മൈ ലൈഫ് എന്ന ഒരു ചാനലാണ്. ഈ ചാനലിൽ ഈ ടീച്ചറിൻ്റെ വിവിധ തരം വീഡിയോകൾ വന്നിട്ടുണ്ട്. അതായത് ഒരു സെക്ഷൽ ബേസ്ഡ് വീഡിയോ എന്ന് പറയാം, ആണെന്ന് പറയാം. അത് നമുക്കൊരു സാധാരണ സ്ത്രീകൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാം. പക്ഷേ ഈ പ്രശ്നം ഉണ്ടാകുന്ന ഈ കോളേജ് അധ്യാപകൻ പറഞ്ഞത് തന്നെ ചിലപ്പോൾ ഈ ചാനലിൽ നിന്ന്, ഇവരുടെ ചാനലിൽ നിന്നുള്ള വീഡിയോ എടുത്തിട്ടായിരിക്കും ആ ഒരു മതിലിൽ എഴുതി വെച്ചത്. എന്തായാലും ശരി, കുട്ടികൾക്ക് ഇന്ന് ഏത് രീതിയിലും ഉപദേശം കൊടുത്താൽ പോലും നന്നാകാത്ത ഒരു കാലമാണ്. നമുക്കറിയാം, ഇന്ന് കോളേജ്, സ്കൂൾ തലങ്ങളിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, വിവിധ പ്രശ്നങ്ങളാണ് ഇന്ന് കുട്ടികളുണ്ടാകുന്നത്. ലഹരിയുടെ എന്നും പറയുന്ന, എല്ലാ വീഡിയോയിലും പറയുന്ന, എല്ലാത്തിനും പ്രധാന കാരണമായ ലഹരിയാണ് കുട്ടികളുടെ ഒരു വശം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അധ്യാപിക ഈ ഒരു രീതിയിലൊരു വീഡിയോ ഇടുകയും കുളിസീനിടുക, അപ്പോൾ അവർ ഒത്തിരി, അവരുടെ ടൈറ്റിൽ തന്നെ നമ്മൾ ചാനലിൽ പോയി ശ്രീലു മൈ ലൈഫ് എന്നാണ്, നിങ്ങൾ പോയി നോക്കണം. അതിനകത്ത് കൊടുത്തേക്കുന്ന എല്ലാ സെക്ഷൽ ബേസ്ഡ്, ഇവരുടെ ഫാമിലി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എൻ്റെ അറിവ് വെച്ചിട്ട് ഇത്രയും സംഭവങ്ങൾ നടന്നതിൻ്റെ പ്രതികാരം പിണറായി വിജയനോട്
ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഇന്ന് ഈ സ്ത്രീ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. എനിക്കിന്നൊരു പിന്നെ ജോലി ചെയ്യുന്നിടത്ത് സെക്ഷൽ ഹരാസ്മെൻറ്റ് നേരിട്ട് 5 ലേഡീസിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന് എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട്, വാട്സപ്പിൽ. അപ്പോൾ ഇതിൽ വേറൊരു സൈക്കോളജിയും കൂടി ഉണ്ട്. എന്താണെന്നറിയോ? ഹൈ ലെവലിലെ ബിസിനസ്സുകാർ അങ്ങനെയുള്ളവരൊക്കെ ഇവർ പറയുന്നത് ഇവരുടെ വാട്സപ്പ് നമ്പർ ഇവർ ഓപ്പണായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇവരെ വിളിക്കണം, ഇവരെ പീഡിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർ തന്നെ സ്വയം പ്രസ്താവനകൾ ഇറക്കാറുണ്ട്. ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വിഷയം ഗവൺമെൻറ് തലത്തിലുള്ള ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഗവൺമെൻറ് ഓഫീസുകളിൽ നടക്കുന്ന ലൈംഗികത എന്നും പറഞ്ഞാണ് സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന ലൈംഗിക വൈകൃതങ്ങൾ എന്ന് പറഞ്ഞാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് 4 പേര് 5 പേര് വാട്സപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ അതും സർക്കാർ സ്റ്റാഫ് തന്നെയാണ്. കോളേജിലെ ആകാം, മറ്റേ ഏതെങ്കിലും ആകാം. എന്തായാലും ശരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു കാര്യം, ഈ ഒരു പരാമർശം അത് മുഖവിലയ്ക്ക് തന്നെ എടുക്കണം. കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ ലൈംഗികമായ ചൂഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ഈ ഒരു കാര്യം ഇവരുടെ മുഖ്യമന്ത്രിയോടുള്ള പ്രതിഷേധമായി പറയുമ്പോഴും ഇത് ഒരു സ്ത്രീ സമൂഹം നേരിടുന്ന ഗവൺമെൻറ് ഓഫീസുകളിൽ നടക്കുന്ന ഒരു ലൈംഗിക വൈകല്യമാണെങ്കിൽ അതിനെതിരെ ഈ 4 പേർക്ക് എതിരെയുള്ള അതാരാണെന്ന് കണ്ടെത്തുവാൻ ഈ സ്ത്രീയെ നിയമപരമായി നേരിട്ട് അത് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ധൈര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം. ഈ സ്ത്രീയുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ പ്രതിഷേധിക്കുന്നതിൻ്റെ ജനശ്രദ്ധ നേടുവാനുള്ള ഒരു പരിപാടി. ഇവരുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ മുതൽ കുളിസീനികൾ ഒത്തിരി ഇട്ടിട്ടുണ്ട്, നമുക്ക് കാണാം കുറേയൊക്കെ. ഒരു കോളേജ് അധ്യാപികയുടെ ചാനൽ, ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ യൂട്യൂബ് ചാനൽ നടത്തുന്നത്, ഈ ഡോക്ടർമാർ പ്രൈവറ്റ് സേവനങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ കുറ്റകരമാണ്. അതുപോലെ തന്നെ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ മറ്റ് ജോലികൾ ചെയ്യുന്നത് തെറ്റുകളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു അധ്യാപകന് ട്യൂഷൻ എടുക്കുന്ന പോലും ഒരു സർവീസായിട്ട് പോലും കരുതുന്നില്ല. അതുപോലും കുറ്റകരമായി എടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എത്രയോ പേര് ബിനാമികൾ അവരുടെ വൈഫിൻ്റെയും അവരുടെ മക്കളുടെയും പേരിൽ യൂട്യൂബ് ചാനൽ നടത്തി ഇന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്ന എത്ര പേര് ഇന്ന് കേരളത്തിലുണ്ട്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ പോട്ടെ, ഇവിടെ അത് ശരിക്കും പറഞ്ഞാൽ നിയമപരമായി തടസ്സം ചെയ്യേണ്ട ഒന്നാണ്. ഇത് തൊഴിലില്ലാത്ത അല്ലെങ്കിൽ വരുമാനം തേടുന്ന അവർക്ക് വേണ്ടി ഉള്ള ഒരു മാർഗമായി ഈ യൂട്യൂബിനെ കാണുകയും സർക്കാരിൽ നിന്ന് വേതനം കൈപ്പറ്റിക്കൊണ്ട് സർക്കാരിനെതിരെ പറയുകയും അതുപോലെ തന്നെ ഇതുപോലുള്ള വൾഗാരിറ്റി കാണിക്കുകയും ചെയ്യുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്കെതിരെയുള്ള നിയമ നടപടി ഈ ഒരു സ്ത്രീയിൽ എന്ന് പറഞ്ഞ ടീച്ചർക്കെതിരെയല്ല ചെയ്യേണ്ടത്. ഈ സമൂഹത്തിൽ കേരളത്തിൽ ഇന്ന് കാണിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ യൂട്യൂബ് ചാനൽ അവരുടെ ഇൻഫ്ലുവൻസിൽ പിന്നെ ഭാര്യയുടെ പേരിലോ കുട്ടികളുടെ പേരിൽ ചെയ്യുകയാണെങ്കിലും അതുപോലെ ക്ലാസ് നടക്കുന്ന എത്രയോ ചാനലുകളുണ്ട്. ക്ലാസ് അത് നല്ലൊരു ഏണിങ്സാണ്. പിന്നെ ട്യൂഷൻ ക്ലാസ് ഓൺലൈൻ പിന്നെ ചാനലിൽ കൂടെ ചെയ്യുന്നത് നല്ല വ്യൂവേഴ്സാണ്, നല്ല ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു തടയിടുവാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. ഇതിന്റെ പേര് പുളിന്നല്ല, ഇതിന്റെ കണ്ടോ, ഒരു കോളേജ് അധ്യാപികയുടെ നിപ്പ് കണ്ട, ആ ഡ്രസ്സ് തന്നെ ഒരു പ്രത്യേക സ്റ്റൈലുള്ള ഡ്രസ്സാണ്. അത് ടാബർ ഇഷ്ടം.
പക്ഷേ ഇത്തരം ഈ കുളിസീനുകളിട്ട് കോളേജിലേക്ക് ചെല്ലുമ്പം ഇവരെ എത്രത്തോളം ആ കോളേജിലെ സഹപ്രവർത്തകരും അല്ലെങ്കിൽ കുട്ടികളും റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശങ്ക. ഇതുപോലുള്ള വേറെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് വന്നേക്കുന്ന ഇത് ആദ്യത്തെ ഒരു കുളിസീനാണ് കണ്ടത്. അവർ പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ട്. അവിടെയുള്ള ഒത്തിരി കാര്യങ്ങളൊന്നും അവിടുന്ന് ഫ്രൂട്ട്സ് ഒന്നും എടുക്കാറില്ല, അത് കിളികൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വേറൊരു കുളിസീൻ എന്ന് പറയുന്നത് ഇതാണ്, ഏറ്റവും അവസാനം വന്ന കുളിസീനാണ്. തീവ്രത ഒരിക്കലും നിങ്ങൾ അളക്കേണ്ടതല്ല. എൻ്റെ തീവ്രതയും എൻ്റെ മാനവും ഒന്നും നിങ്ങൾ അളക്കേണ്ടതല്ല. നിങ്ങൾ അളക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ എന്താ അളക്കേണ്ടത്? ഒരാൾക്കുണ്ടായ സംഭവത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഈ നമുക്കുണ്ടാകുന്ന പീഡനം ഉണ്ടല്ലോ, ഈ പീഡനത്തിന് കാരണക്കാരായ ആൾക്കാരെ നിങ്ങൾ സമൂഹം പുറത്തേക്ക് കൊണ്ടുവരിക. നിങ്ങളല്ല എൻ്റെ തീവ്രത പറയേണ്ടത്. പിന്നെ എന്നെ തീവ്രമായിട്ട്, എന്നെ അതികഠിനമായിട്ട് തീവ്രമായിട്ട് എന്നെ പീഡിപ്പിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ. ഈ ചോദ്യത്തിനൊക്കെ ഇതിൻ്റെ പേര് ഇവർക്ക് സൈക്കോ വല്ല പ്രശ്നമുണ്ടോയെന്ന് എനിക്ക് തോന്നിപ്പോവാം. എന്നാൽ ചില കാര്യങ്ങളും ഇവർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവർക്കുണ്ടായ ചില ദുരവസ്ഥകളെ ഇവരുടെ വാക്കുകളിൽ പ്രകടമാണ്. അതായിരിക്കാം ഒരുപക്ഷെ ഇവർ ഈ ഒരു കാര്യത്തിലേക്ക് നയിച്ചത്. എങ്ങും നീതി കിട്ടാത്തതിൻ്റെ പേരിലായിരിക്കാം ഈ മാഡം ഇങ്ങനെ വരാനും ഒരുപക്ഷെ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇവർക്ക് നിയമപരമായി ഈ കേരളത്തിൽ പല കാര്യങ്ങൾക്കും നമുക്കറിയാം, നിയമപരമായി നമ്മൾ പല വാതിലുകൾ മുട്ടിയാലും നമുക്ക് നീതി ലഭിക്കാത്ത ഒരു കാര്യങ്ങളാണ് പലരുടെയും കാര്യത്തിൽ. ഇവരൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിട്ട് പോലും അവർക്കും പല പ്രശ്നങ്ങൾ കാണും. പക്ഷേ ഒരു സൈഡ്. പക്ഷേ ഇവരുടെ ഈ മോഡ് ഓഫ് ആ ഒരു രീതി, പ്രതിഷേധ രീതി, വേറെ എത്രയോ മാർഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു രീതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തണമെന്നാണ് പറയുന്നത്. കാര്യം ഇതൊരു പ്രചോദനമാവും. നാളെ വേറെ ആണുങ്ങളും ചിലപ്പോൾ തുണിയില്ലാതെ വന്ന് നിന്ന് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നിന്ന് കുളിച്ചെന്നിരിക്കും. ഇവരിപ്പോൾ അടുത്ത ദിവസം കുളി സെക്രട്ടേറിയറ്റിൽ വരുമെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ ഇത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, വേൾഡ് തലത്തിലേക്ക് ഈ ന്യൂസ് സ്പ്രെഡാകും. ഒരു കോളേജ് അധ്യാപിക സെക്രട്ടേറിയറ്റിൽ വന്ന് കുളിച്ചു എന്നുള്ളത്. അങ്ങനൊരു അപവാദം ഉണ്ടാക്കാതിരിക്കുവാൻ ഈ സർക്കാർ മീഡിയ നമ്മുടെ ആ ഒരു വഴികളെല്ലാം ഇതിനു വേണ്ടി തടയിടണം. ഇവരുടെ പ്രതിഷേധമായിരിക്കണം, മാർഗങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു കോളേജ് അധ്യാപിക സർക്കാരിൻ്റെ പൈസ, ജനങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഫീസും ടാക്സും എല്ലാം പിരിച്ചെടുത്തിട്ട് ഇവർക്ക് ശമ്പളം കൊടുത്തിട്ട് ഒരു മാതൃക അധ്യാപിക ആകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവർ കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരത്തിന് ഇത്രയും ദിവസമായിട്ടും ഇതിന് നിയമ നടപടികൾ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടത്. പലരും എന്നോട് പറഞ്ഞിരുന്നു ഒരു ഇതിട്ട് നിന്നിട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരു വാൾക്കറായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയില്ല. പക്ഷേ ഇന്നത്തെ ഈ ഒരു സംസാരവും ഇതൊക്കെ കാണുമ്പോൾ അത് പ്രതികരിക്കാതിരിക്കാൻ വയ്യ. എന്തായാലും ശരി, ഇതിനെതിരെ സർക്കാർ ഉചിതമായ നടപടി കൈക്കൊള്ളണം. അവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനും സർക്കാർ ഉത്തരവാദി ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.